നിലമ്പൂരിൽ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാതെ ആര്യാടൻ ഷൌക്കത്ത്. മുതിർന്ന നേതാക്കൾ ആര്യാടൻ ഷൌക്കത്തുമായി ചർച്ച നടത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ നേതാക്കളെ ഇറക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. MLA-മാരും MP-മാരും നിലമ്പൂരിലേക്ക് എത്തും. അതേസമയം തെരഞ്ഞെടുപ്പ് പിണറായിക്കെതിരെയുള്ള വിധിയെഴുത്താകുമെന്ന് PV അൻവർ പ്രതികരിച്ചു. അൻവറിന്റെ തീരുമാനം UDF-ന് ഗുണം ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. പിണറായിസത്തിനെതിരെയുള്ള ഏറ്റവും കൂടുതൽ വോട്ടുകൾ അവിടെ സമാഹരിക്കേണ്ടത് കേരളത്തിലെ UDF-ൻ്റെയും ജനങ്ങളുടെയും ആവശ്യമാണ്. മാത്രമല്ല, ഇപ്പോൾ എന്താണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരമാവധി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക. ഇവിടെ ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരു മതവിഭാഗത്തിൽ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാമെന്ന് പിണറായി വിചാരിച്ചതിന് അദ്ദേഹം തെറ്റായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനൊക്കെ എന്താ പറയുക, ഒരു മതസഹിഷ്ണുതയുടെയും മതേതരത്വത്തിൻ്റെയും ഒരു വോട്ട് നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതാണ് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ഞങ്ങൾ ചെയ്തത്. അതേ പാറ്റേൺ ആയിരിക്കും ഇത്തവണയും ഉണ്ടാകുന്നത്. ആര് വേണം എന്നുള്ള കാര്യം ചർച്ചകളിലൂടെ തീരുമാനിക്കും. ഇത്തവണ നിലമ്പൂർ ഞങ്ങൾ പിടിച്ചെടുക്കും. അതിനുവേണ്ടി തയ്യാറെടുത്താണ് UDF പ്രവർത്തകരും ജനങ്ങളും ഇന്ന് നിലപാടുകൾ സ്വീകരിക്കുന്നത്. കേരളത്തിലൊരു ഭരണമാറ്റത്തിൻ്റെ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ആ മാറ്റം നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അഷ്കർ അലി കരിമ്പിയുണ്ട് വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തോ VS ജോയോ എന്ന പേരിലേക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടോ? എന്താണ് ഇപ്പോൾ ആര്യാടൻ ഷൌക്കത്തിന്റെ നീക്കം? ലീഗിന്റെ പിന്തുണ യഥാർത്ഥത്തിൽ ആർക്കാണ്? സ്മൃതി, കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദം ഈ ഘട്ടത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് VS ജോയിക്ക് വേണ്ടി PV അൻവർ അടക്കമുള്ള ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു സാമുദായിക സമവാക്യത്തിൻ്റെ കണക്കുകളടക്കം നിരത്തിക്കൊണ്ടാണ് VS ജോയിക്ക് വേണ്ടി PV അൻവർ വാദിക്കുന്നത്. അതേസമയം ആര്യാടൻ ഷൌക്കത്ത് ജില്ലയിലെ തന്നെ ശക്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. കോൺഗ്രസ് തന്നെ നിലമ്പൂരിലെ ഒരു മുഖമാണ്. സ്വാഭാവികമായും രണ്ടുപേരും ആര് സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതിൽ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പമുണ്ട്. അതില്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരു സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് നടത്തിയ സർവേയുടെ പിന്തുണയും PV അൻവറുടെ പിന്തുണയും എല്ലാം തന്നെ VS ജോയിക്ക് അനുകൂലമായി നിൽക്കുകയും VS ജോയിക്കുള്ള ഒരു മുൻഗണന ആ ഘട്ടത്തിൽ നേതാക്കൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അത് ആര്യാടൻ ഷൌക്കത്തിനെ പിണക്കുക, ഇല്ലെങ്കിൽ ആര്യാടൻ ഷൌക്കത്തിനെ പിണക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് നേതാക്കൾക്കും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് ആര്യാടൻ ഷൌക്കത്തിൽ കൂടി അനുനയിപ്പിച്ചിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. അത്തരം നീക്കങ്ങൾ വലിയ തോതിൽ കോൺഗ്രസിനകത്ത് സജീവമാകുന്നു. ജില്ലയ്ക്കകത്തും അതുപോലെ സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾ ശക്തമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം നേതൃത്വത്തിനും ഇതുപോലെ തന്നെ VS ജോയിയുടെ അനുകൂല നിലപാടുണ്ട്. എന്നാൽ പ്രാദേശികമായി തന്നെ നിലമ്പൂരിലെ ചില മുസ്ലിം ലീഗ് നേതാക്കൾ ആര്യാടൻ ഷൌക്കത്തിനെ കൂട്ടുപിടിക്കുകയും ചെയ്തു. അത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വമാണെങ്കിലും പ്രാദേശിക തലത്തിലുമാണെങ്കിലും നിലപാട് രൂപപ്പെട്ടതോടെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും കോൺഗ്രസ് നിൽക്കുന്നു. എന്നാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ചു പറയുന്നത്. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.